യഥാർത്ഥത്തില് നമ്മുടെ നഗരവൽക്കരണത്തെ പറ്റിയുള്ള 100 പുസ്തകങ്ങൾ വായിക്കുന്നതിന് പകരം വെക്കാവുന്ന, അല്ലെങ്കിൽ 100 പുസ്തകങ്ങൾ വായിക്കുന്നതിൻ്റെ അനുഭവവും ജ്ഞാനവും ദർശനവും ഏതാനും നിമിഷങ്ങൾ കൊണ്ട് അനുഭവിപ്പിച്ച ഒരു ഡോക്യുമെന്ററി ആയിരുന്നു. നഗരങ്ങൾ എങ്ങനെയാണ് കെട്ടിപ്പൊക്കുന്നതെന്ന് വളരെ വിശദമായിട്ട് വളരെ ആഴത്തിൽ അത് പറഞ്ഞു തരുന്നുണ്ട്. ബോംബെയിലെ ചേരികൾ മുഴുവൻ കുടിയൊഴിക്കപ്പെടുന്നതും അവിടെ രമ്യഹർമ്മ്യങ്ങൾ നിർമ്മിക്കപ്പെടുന്നതും ആ രമ്യഹർമ്മ്യങ്ങൾ പിൽക്കാലത്ത് ബോംബെ പോലുള്ള ഒരു മഹാനഗരത്തിന്റെ മുഖച്ഛായയായി പ്രദർശിപ്പിക്കുന്നതും, അങ്ങനെ നമ്മൾ എന്ന് അല്ലെങ്കിൽ ഇന്ത്യൻ ജനത എങ്ങനെയാണ് ഈ ഭരണകൂടവും അതുപോലെ തന്നെ കോർപ്പറേറ്റുകൾ, അന്ന് കോർപ്പറേറ്റുകൾ എന്ന വാക്ക് ഉപയോഗിക്കാറില്ല, അന്നത്തെ അധീശത്വ മുതലാളികളും ചേർന്ന് എങ്ങനെയാണ് ഒരു ചരിത്രത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വളരെ വിശദമായി ആനന്ദ് പറഞ്ഞു തന്നു. അതോടൊപ്പം തന്നെ അന്ന് മനസാക്ഷിയുടെ തടവുകാർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഡോക്യുമെന്ററിയും പ്രദർശിപ്പിക്കുകയുണ്ടായി. അത് അടിയന്തരാവസ്ഥ തടവുകാരെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ആയിരുന്നു. അതിനുശേഷം നടന്ന ഒരു ഇന്ററാക്ഷൻ ഞാൻ പ്രത്യേകം ഓർമ്മിക്കുന്നുണ്ട്. കാരണം അന്ന് ഈ അടിയന്തരാവസ്ഥ തടവുകാരെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയിൽ അക്കാലത്ത് അടിയന്തരാവസ്ഥയെ എതിർത്ത് ജയിലിലുണ്ടായിരുന്ന RSSകാരെ പറ്റി ഒന്നും തന്നെ അതിനുള്ളിൽ പരാമർശിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് സദസ്സിൽ നിന്നൊരാൾ എന്തുകൊണ്ടാണ് RSS തടവുകാരെ പരാമർശിക്കാത്തത് എന്ന ചോദ്യത്തിന് ഉത്തരമായി അന്ന് ആനന്ദ് പറഞ്ഞത് അവർ ഫാസിസ്റ്റുകളാണ് എന്നാണ്. ഒരുപക്ഷെ ഇന്ന് നമ്മൾ തിരിച്ചറിയുന്ന പോലെ അന്ന് ഹിന്ദുത്വ ഫാസിസത്തെയോ അല്ലെങ്കിൽ അവരുടെ ഫാസിസ്റ്റ് പദ്ധതിയെ കുറിച്ച് പൊതുവെ കേരളത്തിൽ ആരും ബോധവാന്മാരായിരുന്നില്ല. ആനന്ദിന്റെ മറുപടി പിൽക്കാലത്താണ് കൂടുതൽ തെളിയുന്നത്. ആനന്ദ് അന്ന് പറഞ്ഞ ആ ഒരു വാചകത്തിന്റെ, അല്ലെങ്കിൽ ആ വാചകം എന്ന് പറയുന്നത് ആനന്ദിന്റെ ഒരു കൃത്യമായ ഒരു നിലപാടാണെന്ന് പിൽക്കാലത്ത് ആനന്ദിന്റെ ഈ ഡോക്യുമെന്ററി ചരിത്രം പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും.